പല കമ്പനികളിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പാർട്ടാണ് ലീവ്. സാലറി കൂട്ടുന്ന സമയത്ത് ലീവ് എടുത്തോ ഇല്ല എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ധാരാളം കമ്പനികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലീവ് ഫോർമാറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിൾ ഷീറ്റിലേക്ക് എൻ്റർ ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗൂഗിൾ ഫോം ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു മാനുവലായിട്ട് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ലീവ് ഫോർമാറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആവേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, പെട്ടെന്ന് പറയാം. ഒന്ന്, എംപ്ലോയീസിൻ്റെ നെയിം വേണം, അവർക്ക് ഐ ഡി ഉണ്ടെങ്കിൽ എംപ്ലോയി ഐ ഡി, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് വേണം, ലീവ് ടൈപ്പ് കാഷ്വൽ ആണോ സിക്ക് ആണോ പെയ്ഡ് ആണോ അൺപെയ്ഡ് ആണോ അത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാണ് ലീവ് സ്റ്റാർട്ട് ചെയ്യുക, എന്നാണ് ലീവ് എൻഡ് ചെയ്യുക, എത്ര ദിവസമാണത് വേണ്ടത്, എന്താണ് റീസൺ ഫോർ ലീവ്, അപ്രൂവൽ സ്റ്റാറ്റസ് എന്താണ്, അത് പെൻഡിങ് ആണോ അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നൊക്കെ ഹയർ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയോ ഇല്ല എന്നൊക്കെ ഉള്ളത്, അപ്രൂവ്ഡ് ബൈ ആരാണെന്നുണ്ടായിരിക്കണം, ലീവ് ബാലൻസ് ഇനി എത്ര ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ടിങ്ങിൽ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരിക്കും, ലീവൊക്കെ ഉള്ള കമ്പനി ആണെങ്കിൽ. ഇനി അതിൻ്റെ കൂടെ തന്നെ അതിലുണ്ടാവേണ്ട സംഭവമാണ്, വേറെ ആരും പറയാറില്ല, ഞാൻ പറയുന്നതാണ്, ഡ്യൂട്ടി ആർക്കാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളതും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ കമ്പനീനെ എന്ത് ചെയ്യാൻ പറ്റും, സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കോണ്ടന്റും ഇതിൻ്റെ ഫോർമാറ്റൊക്കെ വേണ്ട ആളുകൾ ജസ്റ്റ് ഒന്ന് LV എന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, DM ചെയ്യാം. DM for system implementation in your business.